عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. സ്വർഗാവകാശികളുടെ അടുത്തേക്ക് എല്ലാ വാതിലുകളിലൂടെയും മലക്കുകൾ കടന്നു വരുന്നതാണ്, അവർക്കുള്ള സന്തോഷങ്ങളുമായി. സൂറത്തുർ റഅദ് 23-ാമത്തെ ആയത്തിൽ പറയുന്നതാണിത്. സ്വർഗാവകാശികളുടെ ഒരവസ്ഥ, സ്വർഗാവകാശികളുടെ ആ ഭവനത്തെക്കുറിച്ച് പറയുന്നതാണ്. അതിനെ സംബന്ധിച്ച് പറയുന്നതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നതാണ് ഇത്. അവരുടെ ആ ഭവനത്തിലേക്ക് വല്ലാതെ വീതി വിസ്താരങ്ങളുള്ള ഭവനമാണ് അവരുടെ ഭവനം. അതിൻ്റെ നിർമ്മിതിയും ഒക്കെ പറയുന്നുണ്ട്. അതേക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ, പ്രത്യേകിച്ച് സ്വർഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ 2 സൂറത്തുകളാണ് സൂറത്തുൽ വാഖിയയും സൂറത്തുർ റഹ്മാനും. എന്നാൽ സൂറത്തുൽ വാഖിയയിൽ ഖിയാമത്ത് നാളും അതേപോലെ സ്വർഗവും നരകവും പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുർ റഹ്മാനിലാണെങ്കിലോ പ്രപഞ്ചവും കടലും കരയും അതുപോലെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പും ജിന്നിനെയും ഇൻസിനെയും മറ്റ് സസ്യലതാദികളെയും ഒക്കെ കുറിച്ച് പ്രത്യേക വിശദീകരണം നൽകുന്നതോടൊപ്പം നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും കൂട്ടിയിണക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഈ 2 സൂറത്തുകൾക്കുള്ള പ്രത്യേകതകൾ. മറ്റുള്ള സൂറത്തുകളിലൊക്കെ അവിടെ ഇവിടെയായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ. എന്നാൽ ഈ 2 സൂറത്തുകൾ വളരെയധികം വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭവനത്തെക്കുറിച്ച് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വിവർത്തനത്തിൽ പറയുന്നു, ഒറ്റ മുത്തുകൊണ്ടുള്ള ഒരു കൂടാരമാണത്. ഒറ്റ മുത്തുകൊണ്ട് ഉള്ള ഒരു കൂടാരം വളരെയധികം സ്വർഗാവകാശികളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭവനമാണ്. അള്ളാഹു സ്വർഗാവകാശികൾക്ക് ഒരുക്കി വെച്ചതാണത്. ക്ഷമയും അതുപോലെ സഹനവും സൗഹൃദവും നിലനിർത്തിയവർക്ക്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്കും അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നവരെയും പ്രത്യേകം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സഹനം കൈക്കൊള്ളുകയും ചെയ്ത ആളുകൾക്ക് ഉള്ളതാണത് ആ ഭവനം. പല ആളുകൾക്കും പല രീതിയിലുള്ള അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ പറയുന്നുണ്ട്. ഈ ഒറ്റമുത്ത് കൊണ്ടുള്ള കൂടാരം അവർക്ക് ലഭിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അതിന് മറുപടിയായിട്ട് ഖുർആൻ പറയുന്ന ഈ ആയത്തിൻ്റെ വിശദീകരണം തന്നെ നമുക്ക് കാണാം. അവരുടെ അടുത്തേക്ക് എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ കടന്നു വരികയും സഹായം കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനം ഭവിക്കട്ടെ, ഈ അന്തിമ സങ്കേതം എത്ര ഉദാത്തമായിരിക്കുന്നു എന്ന് ആശംസിക്കുന്നതുമാണ്. മലക്കുകൾ അതിലേക്ക് കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. എന്തെന്നാ പറയുന്നത്? ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. മാത്രമല്ല, തങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എന്നിവരിൽ നിന്നുള്ളവരെല്ലാം എല്ലാ സദ്വൃത്തരും ആ ഭവനത്തിൽ പ്രവേശിക്കുന്നതാണ്. 1000 കവാടങ്ങളുള്ള 60 മൈൽ ദൈർഘ്യമുള്ള വീടാണത്, ഭവനമാണ്. ഇത് സ്വർഗാവകാശികൾക്ക് സ്വർഗത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളതാണ്. ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ ഈ ആയത്തല്ലാതെ ഒരാൾ മറ്റാരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വാസം മതിയാവില്ല.
എന്നാൽ ഈ ആയത്തുകളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഈമാനുള്ളവർക്ക് മാത്രമേ ഈ സ്വർഗത്തിൻ്റെ ഈ അവസ്ഥകളൊക്കെ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. സത്യം പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ജീവിതകാലത്ത് തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. 2500 കിലോമീറ്ററോളം ഇന്ന് കടലിൻ്റെ അടിയിൽ മനുഷ്യൻ സഞ്ചരിച്ചെത്തിയിട്ടുണ്ട്. അതിലും താഴ്ചയിലേക്കാണ് കടൽ പോകുന്നത്. അതിൻ്റെ അകത്തെ അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും അധികമായിട്ടാണ് അവർ വിവരിക്കുന്നത്, ശാസ്ത്രം വിവരിക്കുന്നത്. അതാരാണ്? നമ്മളെപ്പോലെ തിന്നും കുടിച്ചും മതിച്ചും രസിച്ചും നടക്കുന്ന മനുഷ്യരാണ് ഈ പറയുന്നത്. ഏത്? കടലിൽ അല്ലാഹു തആല സംവിധാനിച്ച സംവിധാനങ്ങൾ. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വേണം. അതിന് ഉദാഹരണമായ ഒരുപാട് തന്ത്രങ്ങൾ, ഒരുപാട് ഹിക്മത്തുകൾ അല്ലാഹു തആല ഭൂമി ലോകത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വിശദീകരണത്തിൽ തന്നെ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യനെ സ്നേഹിക്കുകയും ഉപദ്രവിക്കാതിരിക്കുകയും കുടുംബബന്ധങ്ങൾ പാലിക്കുകയും അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ, തെറ്റിപ്പിരിയാത്തവരും കുറ്റം പറയാത്തവരുമായ സംശുദ്ധരായ മനുഷ്യർക്ക് ഉള്ളതാണ് ഇത്, ഈ ഭവനം. അപ്പം പിന്നെ സ്വർഗത്തിൽ കടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഈ ഒരു കൂട്ടർ മാത്രമല്ലല്ലോ, ഇവർക്ക് മാത്രം സ്വർഗം എന്നല്ല പറഞ്ഞത്. സ്വർഗത്തിൽ ചില പ്രത്യേക ആളുകൾക്ക് പ്രത്യേക പരിഗണനകളുണ്ട്. അതാണ് സൂറത്തു റഅദ് പറഞ്ഞത്. ഇനി അതാണ് ഈ ഭവനം ഒരു മുത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞത്. ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്താണ്? ആ കൈമയിൽ ഒതുക്കി നിർത്തപ്പെട്ട ഹൂറികളുണ്ട്. അകം ശൂന്യമായ ഒറ്റ മുത്തിനാലുള്ള കൈമയാണത്. അതിൻ്റെ നീളവും വീതിയും ഓരോ ഫർസഖാണ്. അതിന് 1000 സ്വർണവാതിലുകളുണ്ട്. അതിന് ചുറ്റും 50 ഫർസഖ് ചുറ്റളവിൽ പന്തലി വിരിച്ച പോലെയുണ്ട്. പന്തലി വിരിച്ചിരിക്കും. അത് അവിടുത്തെ പന്തലി ഏത് രീതിയിലാണ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല, അത്രക്കും ഭംഗി കൂടിയതായിരിക്കും. ഓരോ വാതിലിലൂടെയും അള്ളാഹുവിൻ്റെ സമ്മാനവുമായി മലക്കുകൾ പ്രവേശിക്കും. അതത്രേ ഖുർആൻ പറഞ്ഞ റഅദ് സൂറത്തിൻ്റെ 23-ാമത്തെ വചനം വിശദീകരിക്കുന്നത്. സ്വർഗത്തിൽ മണ്ണുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയുണ്ടായി. ആ മണ്ണിൻ്റെ നിറം എന്തായിരിക്കും? ആ മണ്ണ് എങ്ങനെയുള്ളതായിരിക്കും? അങ്ങനെ പല മനസ്സിൻ്റെ പല ചിന്തകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് സ്വഹാബത്ത് വെച്ചപ്പോൾ നബി പറഞ്ഞു, സ്വർഗത്തിൽ മണ്ണുണ്ട്. ആ മണ്ണ് ഭൂമിയിലെ മണ്ണ് പോലെയുള്ള മണ്ണല്ല. ആ മണ്ണ് എങ്ങനെയുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് തന്നെ അതായിരുന്നു, മണ്ണ്. അതവിടുത്തെ കല്ലുകളും, അവിടുത്തെ മണ്ണ് കസ്തൂരിയുടെ മണ്ണാണ്. കല്ലുകൾ മുത്തുകളാണ്, പലവിധ മുത്തുകൾ ആണ് ആ മണ്ണിലെ കല്ലുകൾ. പിന്നെ ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ്. അതന്നെ നമുക്ക് കണ്ടു ബൂതി തീർക്കാൻ അല്ലെങ്കിൽ അനുഭവിച്ച് ബൂതി തീർക്കാൻ സമയമില്ല, കഴിയില്ല, അത്രക്കധികമാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ നബിയേ, ആ മണ്ണിൻ്റെ നിറം എങ്ങനെയാണ്? അത് വെളുത്ത പൊടിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി. തനി കസ്തൂരിയും, അത് വെളുത്ത പൊടിയുമാണ്, അതായത് തനി കസ്തൂരിയുമാണ്. സ്വർഗത്തിൽ നിന്നുള്ള നന്നേ ചെറിയ ഒരു പ്രകാശരശ്മി ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആകാശഭൂമികൾക്കിടയിലുള്ള അഖിലവും ലംഘിമറിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
യതൂബു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിഖ വഖൈസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ വഹൂറുൻ ഐൻ. അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാണ് ആ പറഞ്ഞത്. അവിടത്തേക്കായിട്ട് മാത്രം, ഈ സ്വർഗത്തിലേക്കായിട്ട് മാത്രം നിശ്ചയിക്കപ്പെട്ട കുറേ സന്താനങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ആ കുട്ടികൾ എന്നും കുട്ടികളായിട്ടാണ് അവിടെ ഉണ്ടാവുക. അവരിങ്ങനെ ചുറ്റിക്കറങ്ങപ്പെടും. അവർ എപ്പോഴും, ഇപ്പോൾ നിങ്ങൾ ഈ പൂന്തോട്ടങ്ങളിലൊക്കെ പോയിട്ടില്ലേ, പാർക്കുകളിലൊക്കെ പോയാൽ കാണലോ, ചെടികൾ, പൂവുകളുള്ള ചെടികളിലൊക്കെ പൂമ്പാറ്റകൾ ഇങ്ങനെ നടക്കുന്നു. അതേ കോലത്തിൽ ഈ കുട്ടികൾ എപ്പോഴും സ്വർഗത്തിൽ ഇങ്ങനെ സ്വർഗാവകാശികളുടെ ഭവനങ്ങൾ ചുറ്റിക്കൊണ്ടിങ്ങനെ നടക്കും. അപ്പോൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതുമായിട്ട് ഓരോ കുട്ടികൾ ആ സ്വർഗാവകാശിയുടെ അടുക്കലേക്ക് എത്തും. ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് തോന്നും അതൊക്കെ ഒരു അവിശ്വസനീയമല്ലേ, വിരസതയല്ലേ, അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന്. അപ്പം നമുക്ക് മറുപടി പറയാനുള്ളത് ഈ പറഞ്ഞ പൂന്തോട്ടവും പൂമ്പാറ്റയുമാണ്. എത്ര കാലം നമ്മുടെ പൂന്തോട്ടം അങ്ങനെ നിൽക്കുന്നുവോ അത്ര കാലവും ആ പൂമ്പാറ്റകൾ അതിനെങ്ങനെ സ്പർശിച്ചുകൊണ്ടും അതിലേക്ക് വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കും. അതേമാതിരി തന്നെയാണ് സ്വർഗം എല്ലാ കാലത്തും ഉള്ളതും നിത്യതയുമാണ്. അതുപോലെ തന്നെ സ്വർഗാവകാശികൾക്കും അങ്ങനെ തന്നെ നിത്യതയാണ്, മരണമില്ല. സ്വർഗത്തിലെ എല്ലാ സാധനങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, നിത്യതയാണ്, മരണമില്ല. മാത്രമല്ല അതിൽ അവർ കോപ്പകളിലും കൂജകളിലുമായിട്ട് അവർക്ക് വെള്ളം, അവർക്ക് ഈ ചഷകങ്ങൾ കൊണ്ടു കൊടുക്കും എന്നാ പറഞ്ഞത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഹൂറികളുണ്ട്. അവിടുത്തെ ഹൂറികളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ റായത്ത് സൂറത്തിൽ. ആ ഹൂറികൾ തന്നെയാണ് പുറത്തും മറ്റുള്ള തോട്ടങ്ങളിലും ഒക്കെയുള്ളത്. ഒന്നിനേക്കാൾ ഒന്ന് പവർ കൂടിയത്, ഒന്ന് ഏതാണ് ഏറ്റവും ഭംഗി കൂടിയത് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ രൂപത്തിൽ നമ്മുടെ കണ്ണിനൊരു വിളർച്ചയോ അല്ലെങ്കിൽ ഒരു കാഴ്ച മങ്ങലോ ഉണ്ടാവുകയില്ല. പൂർണ്ണ കാഴ്ചയായിരിക്കും നമുക്കുണ്ടാവുക, മനുഷ്യർക്കുണ്ടാവുക. സ്വർഗഹൂറികൾക്ക് പിന്നെ പറയണ്ടല്ലോ, രോഗവും അതുപോലെ തന്നെ ദുഃഖവും അതുപോലെ തന്നെ സങ്കടങ്ങളും നിരാശയും എല്ലാം ഈ ഭൂമിയിലെ ജീവിതത്തിലേക്കുള്ളതാണ്. അത് ഉണ്ടായത് കൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ പുറത്തേക്കാക്കിയത്. ഇതെല്ലാം കഴുകി നീ വൃത്തിയാക്കിയ ശേഷം വേണം നീ സ്വർഗത്തിലേക്ക് വരുവാൻ എന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. ഒരു നിമിഷം പിഴച്ചു പോയി ആര്? ഇബ്ലീസ്. ആ അവസ്ഥ നമുക്ക് ഇവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മണ്ണിൻ്റെ അവസ്ഥ കൊണ്ടാണ്. ആ മണ്ണ് കിബറും അഹംഭാവവും എല്ലാം കൂടിയത് തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യനിക്ക് കിബറും അഹംഭാവവും വഴികേടും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചില്ലേ, പടച്ചോനെ എനിക്ക് നീ രാജാധികാരം തന്നു, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു, എനിക്ക് നീ സൗന്ദര്യം തന്നു, അള്ളാഹുവേ എന്നെ നീ ഹിദായത്തിലാക്കണമേ. ആരാണ് ചോദിക്കുന്നത്? ഒരു പ്രവാചകൻ, ഒരു മുർസലാണ് ചോദിക്കുന്നത്. എന്നെ നീ ഹിദായത്തിലാക്കണേ. ഹിദായത്തിലാക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ നീ സന്മാർഗിയാക്കണമേന്ന്, വൈപ്പെട്ടവനാക്കണമേന്ന് പറയുന്നത് ആരെ? അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന, അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുന്ന, ഒരു തെറ്റും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരു പ്രവാചകനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് മാതൃകയാണ്. അങ്ങനെ വേണം. പൊറുക്കലിനെ തേടണം, അള്ളാഹുവിനോട് ഹിദായത്തിനെ തേടുകയും വേണം.
നമ്മൾ വിചാരിക്കും നമ്മൾ സുന്നത്ത് നോമ്പും നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സദക്ക കൊടുക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ തന്നെയാണ്. പോരാ, പാതിരാവിന് അള്ളാഹുവിനോട് ചോദിക്കണം. നിങ്ങളുടെ കിടക്കപ്പായിൽ നിന്ന് എണീറ്റിരുന്ന് നിങ്ങൾ മൂത്രമൊഴിക്കാനോ മറ്റോ നിങ്ങൾ എണീക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് എണീക്കണം എന്ന പതിവാക്കിക്കൊണ്ട് നിങ്ങൾ എണീറ്റിരുന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ചോദിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ, രക്ഷപ്പെട്ടവരാവുകയുള്ളൂ, പ്രതീക്ഷയുള്ളവരാവുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഒരു പെണ്ണ് ഈ 2024 ശബരിമലയ്ക്ക് പോയി. അപ്പോൾ മതമൈത്രി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അവൾക്ക് ഓസാന പാടുകയുമുണ്ടായി. ഇതെന്താണ് സംഭവിക്കുന്നത്? സംഭവിക്കുന്നതൊന്നുമല്ല. മനുഷ്യന് ഭൂമിയിൽ അവൻ്റെ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ വരരുത്. ദുഃഖം നമുക്ക് താങ്ങാൻ കഴിയണം. കാരണം ദുഃഖം എന്നത് നമുക്ക് ഇല്ല. അത് നമ്മുടെ മുന്നിലുള്ള ഒരു ഇരുട്ടാണ്. അതിലേക്ക് സമാധാനത്തിൻ്റെ ടോർച്ചടിച്ചാൽ വെളിച്ചം വീസും. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, അതാണ് സമാധാനത്തിൻ്റെ ടോർച്ച്. ഏതായാലും ഞാൻ അത് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.